ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ പാറ്റേൺ ആണ്. ഈ ഒരൊറ്റ സ്ലീവിൽ നിന്ന് നമുക്ക് 4 ലെങ്ത്തിലുള്ള സ്ലീവ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ ചുരിദാറിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതും അതേപോലെ രണ്ടാമത്തെ വീഡിയോയിൽ ആ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പാറ്റേൺ ചെയ്യുന്നതെന്നുള്ളതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പാറ്റേൺ ഇവിടെ ചെയ്തെടുത്തേക്കുന്നത്. പക്ഷേ ഞാനിതിൽ ആം ഹോളും അതേപോലെ നെക്കും വരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മെഷർമെൻറ്റ്സ് ഒന്നുകൂടി പറയാം. ഇവിടെ എടുത്തേക്കുന്ന ഷോൾഡർ മെഷർമെൻറ്റ് 6 ഇഞ്ചസ് ആണ്. നെക്ക് വിഡ്ത്ത് എടുത്തേക്കുന്നത് 3.5 ഇഞ്ചസും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് സെയിം തന്നെയാണ്, 6 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. ആം ഹോൾ എടുത്തേക്കുന്നത് 7 ഇഞ്ചസ് ആണ്. 7ൻ്റെ പകുതി എടുത്ത് ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്തെടുക്കുക. എത്രയാണോ ആം ഹോൾ കിട്ടുന്നത് അതിൻ്റെ നേർ പകുതി എടുത്ത് കറക്റ്റായിട്ട് ആ ലൈനിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ടേപ്പ് ചരിച്ച് പിടിച്ച് 2 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെയും ചെസ്റ്റ് റൗണ്ട് അനുസരിച്ചാണ് ഈ ഒരു മാർക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കർവ് ചെയ്തെടുക്കണം. ഈ ഒരു എൻഡിൽ നിന്ന് ആ ഒരു 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് കർവ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് ഇങ്ങോട്ട് കർവ് ചെയ്യാം. കണ്ടോ? അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കർവ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ കൈ വെച്ച് കർവ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് നെക്കും കൂടി ഒന്ന് കർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് കർവ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കർവ് ചെയ്തെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഒരു യു നെക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വൈഡായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചെടുത്തത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിന് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. അപ്പം നെക്കിൻ്റെ ഭാഗത്ത് 4 ഇഞ്ചാണ്, ആം ഹോളിൻ്റെ ഭാഗത്തും 4 ഇഞ്ചാണ്, ഷോൾഡറിൻ്റെ ഭാഗത്തും 4 ഇഞ്ചാണ്, സൈഡിലൊക്കെ നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടെടുത്ത് മാർക്ക് ചെയ്തിട്ട് മാത്രം ബിഗിനേഴ്സായിട്ടുള്ളവർ കറക്റ്റായിട്ട് ആം ഹോളിന് സെയിം അലവൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ഇഞ്ചാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ടേപ്പ് എടുത്ത് മാർക്ക് ചെയ്ത് ആ ഓരോ പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്ത് തന്നെ ആ ഒരു സെയിം അലവൻസ് വരച്ചെടുക്കുക. പിന്നെ ഷോൾഡർ സ്ലോപ്പിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി അനുസരിച്ച് ഷോൾഡർ സ്ലോപ്പിൻ്റെ ആ ഒരു ഇറക്കം മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഒരുപാടുള്ളവരാണെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വരെ നമുക്ക് ചരിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് 4 ഇഞ്ചാണ്. എനിക്കതെപ്പോഴും കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ ഞാൻ 4 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പായിട്ട് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തും ആംഹോളിൻ്റെ ഭാഗത്തും നമുക്ക് 4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വരച്ച സീം അലവൻസിൻ്റെ എഡ്ജിക്കോടെ ഈ ഒരു പേപ്പർ പാറ്റേൺ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എപ്പോഴും പേപ്പർ പാറ്റേൺ ചെയ്യുമ്പം നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പറിൽ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇതേപോലൊരു നോച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ പാറ്റേൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് സ്ലീവിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആം ഹോൾ കർവ് ഒന്ന് മെഷർ ചെയ്തെടുക്കണം. അതെപ്പോഴും മെഷർ ചെയ്തെടുക്കേണ്ടത് ബാക്ക് ആം ഹോൾ വരച്ച ഭാഗത്തു നിന്നാണ്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ട് ഒരിക്കലും അത് മെഷർ ചെയ്തെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കാം. ഈ ഒരു ഷോൾഡറിൻ്റെ എഡ്ജ് മുതൽ നമ്മുടെ ചെസ്റ്റ് ലൈനിൻ്റെ എഡ്ജ് വരെ, അതായത് ഇൻക്ലൂഡിങ് സീം അലവൻസ് ആണ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് എഡ്ജി കൂടെ മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ ടേപ്പ് ഇതേപോലെ ചരിച്ച് പിടിച്ച് വേണം ഇങ്ങേ എൻഡ് വരെ മെഷർ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്ന 4 ഇഞ്ച് വിട്ടിട്ട് മെഷർ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെഷർ ചെയ്ത് വരുമ്പോൾ ഏകദേശം 11.4 ഇഞ്ചോളം വരുന്നുണ്ട്. നമുക്ക് ഒരു വട്ടം കൂടി മെഷർ ചെയ്തെടുക്കാം. അതായത് മുകൾ ഭാഗത്ത് നിന്ന് ടേപ്പ് ഇതേപോലെ സീം അലവൻസിൻ്റെ എഡ്ജി കൂടെ കറക്റ്റായിട്ട് ടേപ്പ് ചരിച്ച് പിടിച്ച് ഇതേപോലെ മെഷർ ചെയ്ത് വരിക. ഇങ്ങനെ എൻഡ് വരെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് 11.25 ഇഞ്ചസ് ആണ്. അതാണ് നമ്മുടെ ആം ഹോളിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ നേരം മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്.
ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ആം ഹോൾ നമുക്ക് കിട്ടിയത് 11.25 ഇഞ്ചസ് ആണ്. ഇനി സ്ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലീവ് ലെങ്ത്തും അതേപോലെ സ്ലീവ് റൗണ്ടും വേണം അല്ലേ. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന സ്ലീവ് ലെങ്ത്ത് 5 ഇഞ്ചസ് ആണ്. 5 to 6 ഇഞ്ചസ് വരെ നമുക്ക് ചെറിയ സ്ലീവിനുള്ള ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ലെങ്ത്ത് 5 ഇഞ്ചസ് ആണ്. ഇനി എത്രയാണോ ആ 5 ഇഞ്ചസിന് ചുറ്റിനുമുള്ള അളവ് അതാണ് സ്ലീവ് റൗണ്ടായിട്ട് എടുക്കേണ്ടത്. ആ സ്ലീവ് റൗണ്ട് ഇവിടെ വന്നേക്കുന്നത് 13 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇത്രയും അളവുകൾ മാത്രം മതി നമുക്കൊരു ചെറിയ സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള സ്ലീവാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷോൾഡറിൻ്റെ ഭാഗം മുതൽ ആ ഒരു സ്ലീവ് ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഭാഗത്തിന് ചുറ്റിനുമുള്ള അളവും കൂടി മെഷർ ചെയ്തെടുക്കുക. പക്ഷേ നമ്മൾ എപ്പോഴും സ്ലീവ് റൗണ്ടൊക്കെ മെഷർ ചെയ്തെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ആ മുട്ടിൻ്റെ ഭാഗത്ത് സ്ലീവ് റൗണ്ട് മെഷർ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റാക്കി പിടിച്ച് മെഷർ ചെയ്തെടുക്കരുത്. കാരണം എപ്പോഴും മൂവ്മെൻ്റ് ഉള്ളൊരു ഭാഗമാണല്ലേ മുട്ടിൻ്റെ ഭാഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് ടൈറ്റാക്കി പിടിച്ച് മെഷർ ചെയ്തെടുക്കരുത്. ഒരു വിരൽ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മളത് മെഷർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ലെങ്ത്ത് 11 ഇഞ്ചസും അതേപോലെ റൗണ്ട് വന്നേക്കുന്നത് 10.5 ഇഞ്ചസും ആണ്. ഇനി 3/4 സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ടിൻ്റെ താഴ്ഭാഗത്ത് വരെയുള്ള ലെങ്ത്ത് എടുക്കുക. ആ ലെങ്ത്ത് 14 ഇഞ്ചസും അവിടെ വന്നേക്കുന്ന റൗണ്ട് 10 ഇഞ്ചസും ആണ് എടുത്തേക്കുന്നത്. ഇനി ഫുൾ സ്ലീവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഭാഗം വരെയുള്ള ലെങ്ത്ത് എടുക്കുക. ഈ ഭാഗം വരെയുള്ള ലെങ്ത്ത് എടുക്കുക. എന്നിട്ട് വണ്ണം എടുക്കുമ്പോൾ ഈ ഭാഗത്തിന് ചുറ്റിനുമുള്ളതല്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് ഇടാൻ പറ്റത്തില്ല. വണ്ണമുള്ള ഭാഗത്തിന് ചുറ്റിനുമുള്ള റൗണ്ട് മെഷർമെൻറ്റ് വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ ലെങ്ത്ത് എടുത്തേക്കുന്നത് 21 ഇഞ്ചസും ആ റൗണ്ടിലുള്ള മെഷർമെൻറ്റ് 8.5 ഇഞ്ചസും ആണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ 4 ലെങ്ത്തിലുള്ള സ്ലീവിൻ്റെ ലെങ്ത്തും അതേപോലെ സ്ലീവ് റൗണ്ടും നമ്മൾ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പാറ്റേണിൽ വരച്ചെടുക്കുന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പർ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കം ഭാഗം നമ്മുടെ നേർക്ക് വരുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ വശം ഓപ്പൺ ആണ്, ഈ വശം ഓപ്പൺ ആണ്. ഇനി ഇത് തുണിയിലാണ് ഡയറക്റ്റ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് 4ആയിട്ട് മടക്കണം. നമ്മുടെ ഫാബ്രിക് 4ആയിട്ട് മടക്കിയിട്ട് വേണം മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഈ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം. ഇനി ഈ ഒരു ലൈനിലാണ് നമ്മൾ പാറ്റേണിൽ നിന്ന് മെഷർ ചെയ്തെടുത്ത ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ അളന്നപ്പോൾ നമുക്ക് കിട്ടിയത് 11.25 ഇഞ്ചസ് ആണ്. അത് കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലങ്ങ് മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ടാണ് എല്ലാ ലെങ്ത്തും നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം മെഷർ ചെയ്യേണ്ട സ്ലീവ് ലെങ്ത്ത് ഹാഫ് സ്ലീവിൻ്റെ ലെങ്ത്താണ്. അത് 5 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യുക. അഥവാ നമ്മൾ ആ സ്ലീവിൻ്റെ എഡ്ജ് ലൈനിങ് യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എടുക്കുക. നമ്മൾ ലൈനിങ് ഇല്ലെങ്കിൽ മടക്കി തയ്ക്കാൻ നേരം 1/2 ഇഞ്ചും കൂടി മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ 1 ഇഞ്ച് ഇടുക. മുകൾ ഭാഗത്ത് നമുക്ക് സീം അലവൻസ് വേണ്ട. കാരണം നമ്മൾ ആ ഒരു ആം ഹോൾ അളന്നപ്പം സീം അലവൻസും കൂടി ഉൾപ്പെടെയായിരുന്നു അളന്നെടുത്തത്. ഇനി അടുത്ത ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്തെടുക്കേണ്ടത് എൽബോ വരെയുള്ള ലെങ്ത്താണ്. അത് 10.5 ഇഞ്ചസ് ആണ്. സെയിം പോലെ തന്നെ ലൈനിങ് വെച്ചിട്ടാണെങ്കിൽ 1/2 ഇഞ്ചും അല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ചും എടുക്കുക. ഇനി അടുത്ത ലെങ്ത്ത് മെഷർ ചെയ്യേണ്ടത് നമുക്ക് 3/4 ആണ്. 14 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. സെയിം പോലെ തന്നെ മെഷർമെൻറ്റ് എടുക്കുക. ഇനി ഞാൻ ഫുൾ സ്ലീവ് 21 ഇഞ്ചസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പേപ്പറിൻ്റെ ലെങ്ത്ത് എനിക്ക് 19 ഇഞ്ചസേ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മെഷർമെൻറ്റും മാർക്ക് ചെയ്തു. ഇത് 11.5 ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്, ഇത് ഹാഫ് സ്ലീവ്, ഇത് എൽബോ വരെയുള്ള സ്ലീവ്, ഇത് 3/4 സ്ലീവിൻ്റെ ലെങ്ത്ത്, ഇത് ഫുൾ സ്ലീവിൻ്റെ ലെങ്ത്ത്. അപ്പം മെഷർമെൻറ്റ് ലെങ്ത്തിലുള്ളതെല്ലാം മാർക്ക് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നിന്ന് താഴോട്ടൊരു മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യണം. ആ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ചെസ്റ്റ് റൗണ്ട് കിട്ടിയ ആ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ചെസ്റ്റ് റൗണ്ട് 40 ഇഞ്ചസ് ആണ്. അപ്പോൾ 40 ഇഞ്ചസ് ഡിവൈഡഡ് ബൈ 12 3.3 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അപ്പോൾ 3.3നെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് 3.25 ഇഞ്ചസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. 3.5 ഇഞ്ചസും എടുക്കാം. പക്ഷെ 3.5 ഇഞ്ചസൊക്കെ നമ്മൾ ചെറിയ സ്ലീവ് ചെയ്യാൻ നേരം അത്ര ഡെപ്തിൽ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 3.25 ഇഞ്ചസ് എടുത്താൽ മതി. അപ്പോൾ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് കിട്ടുന്നത് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആ ഭാഗത്ത് അളവെടുക്കുന്നുള്ളത് മനസ്സിലാവും. അപ്പം നമുക്ക് ആ ഒരു മെഷർമെൻറ്റിനെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കിവിടെ കിട്ടിയ മെഷർമെൻറ്റ് 3.25 ഇഞ്ചസ് ആണ്. അത് ഇവിടുന്ന് താഴോട്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മെഷർ ചെയ്ത് എടുക്കാം. ഇനി ഈ 3.25 ഇഞ്ചസ്
ഈ ഒരു ലൈനിലോട്ട് അങ്ങ് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഈ ലൈനിൻ്റെ മെഷർമെൻറ്റ് തന്നെയായിരിക്കണം ഈ താഴെ വരച്ച ലൈനിൻ്റെയും മെഷർമെൻറ്റ്, അതായത് 11.25 ഇഞ്ചസ്. അത് കറക്റ്റായിട്ട് ഇതേപോലെ എടുത്തൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ പാറ്റേണിൽ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തെല്ലാം സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചുറ്റിനുമുള്ള സ്ലീവ് റൗണ്ടാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ പകുതി കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലീവ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1.5 ഇഞ്ചസ്. ഇതിൽ 0.5 ഇഞ്ചസ് ഈസ് അലവൻസും 1 ഇഞ്ച് സീം അലവൻസും ആണ്. ഈ 0.5 ഇഞ്ചസിന് പകരം വേണമെങ്കിൽ 1 ഇഞ്ചും എടുക്കാം. കൈക്കൊക്കെ ഒരുപാട് വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വരെ ആഡ് ചെയ്യാവുന്നതാണ് ഈസ് അലവൻസ് ആയിട്ട്. അപ്പോൾ സ്ലീവ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1.5 ഇഞ്ചസ് എത്രയാണോ കിട്ടുന്നത് അത് എല്ലാ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തും മാർക്ക് ചെയ്ത് എഴുതി വയ്ക്കുക. ഇനി 5 ഇഞ്ചസ് സ്ലീവ് ലെങ്ത്ത് വന്ന ഭാഗത്ത് നമുക്ക് സ്ലീവ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1.5 ഇഞ്ചസ് എടുത്തപ്പോൾ കിട്ടിയത് 8 ഇഞ്ചസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട്. ഇനി മുട്ട് വരെയുള്ള നീളത്തിന് ചുറ്റിനുമുള്ള അളവ് വന്നപ്പോൾ 6.75 ഇഞ്ചസ് ആണ്, അതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ 3/4 ഭാഗത്തിന് ചുറ്റിനുമുള്ള അളവ് വന്നേക്കുന്നത് 6.5 ഇഞ്ചസും അതേപോലെ ഫുൾ ലെങ്ത്തിൻ്റെ ഭാഗത്ത് 5.75 ഇഞ്ചസുമാണ് വന്നേക്കുന്നത്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടി നമുക്ക് ഇതേപോലെ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അങ്ങ് ലൈൻ വരച്ച് എടുക്കാം. അപ്പോൾ ലൈൻ വരച്ചെടുത്തപ്പോൾ ഈ ഭാഗത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഭയങ്കര ടൈറ്റായിട്ട് വരും. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കർവ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പായിട്ടൊന്ന് സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ, അത്യാവശ്യം കൈക്കൊക്കെ വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് എടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്രയും അളവുകളൊന്നും എടുക്കണ്ട, ജസ്റ്റ് ആ ഒരു ലെങ്ത്ത് മാത്രം മെഷർ ചെയ്തിട്ട് ആ മോളുടെ ആ ഭാഗത്ത് നിന്ന് ഒരു ലൈൻ വരച്ചങ്ങ് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പം ഒരുപാട് ലൂസായിട്ട് സ്ലീവ് കൊടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് മാർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. അതായത് 11.25 ഇഞ്ചസിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. ആ സെൻറ്റർ കണ്ടുപിടിച്ചതിൻ്റെ 2 ഭാഗത്തുമുള്ള ലൈനിൻ്റെയും സെൻറ്ററുകൾ ഇതേപോലെ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമേ 11.25ൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സെൻറ്റർ ഭാഗത്തിൻ്റെ 2 സൈഡിലുമുള്ള ലൈൻ്റെയും സെൻറ്ററുകൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഈ ഭാഗത്തിന് താഴേന്ന് മുകളിലോട്ട് 1/2 ഇഞ്ചും ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് 1/4 ഇഞ്ചും എടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് താഴേന്ന് മുകളിലോട്ട് 1/2 ഇഞ്ചും കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുക. ഈ ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് താഴോട്ട് 1/4 ഇഞ്ചും എടുത്ത് മാർക്ക് ചെയ്യുക. ഇനി ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കർവ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ 6 കണക്ക് വയ്ക്കുക. എന്നിട്ട് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടി അങ്ങ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫ്രഞ്ച് കർവ് വെച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവുമേ. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റായിട്ട് അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഈ ഫ്രഞ്ച് കർവിനെ തിരിച്ചു വെച്ചു. ഇങ്ങനെ ഇരുന്നതിനെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഈ പോയിൻറ്റും കൂടി അങ്ങ് ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് കണ്ടോ, ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ പാറ്റേൺ. ഇനി നമുക്ക് ഈ ഒരു എഡ്ജ് കോഡ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്ട്രെയിറ്റ് മതിയെങ്കിൽ ഇതേപോലെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൻ്റെ എഡ്ജ് കോഡ് അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത എൻഡ് കോഡ് അങ്ങ് കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്യണം. അപ്പം ബാക്ക് പാർട്ട് നമ്മൾ കുഴിച്ച് വെട്ടുന്നില്ല, ഫ്രണ്ട് പാർട്ടാണ് കുഴിച്ച് വെട്ടുന്നത്. അപ്പോൾ ഈ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ടൊരു 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ആ ഒരു 1/2 ഇഞ്ച് മുട്ടിച്ച് ഒരു എഡ്ജിലോട്ട് പോകുന്ന രീതിയിൽ അങ്ങോട്ടങ്ങ് കർവ് ചെയ്തെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് കർവ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് കർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് 1/2 ഇഞ്ച് തന്നെ താഴോട്ടെടുത്ത് മാർക്ക് ചെയ്തിട്ട് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് അങ്ങ് കർവ് ചെയ്തെടുക്കുക. എന്നിട്ട് അത്രയും ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പാറ്റേണിൽ നമ്മൾ എപ്പോഴും എഴുതി വെക്കണം, ബാക്കും ഫ്രണ്ടും ഒന്നും മാറിപ്പോകരുത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിൽ നമ്മൾ 1/2 സ്ലീവ് ചെയ്തെടുത്തു. അതേപോലെ എൽബോ വരെയുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തു. അതേപോലെ 3/4 സ്ലീവും ഫുൾ സ്ലീവും.
അപ്പോൾ ഇതേപോലുള്ള സ്ലീവിൻ്റെ പാറ്റേൺ ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സംശയവും കൂടാതെ നമുക്ക് ഫാബ്രിക്കിൽ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിടുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ് ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ ഒരു പാറ്റേൺ മടക്കി വെച്ചിട്ട് ഏത് ഭാഗം വരെയാണോ ലെങ്ത് വേണ്ടത് ആ ഭാഗത്തിൻ്റെ കൂടെ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ സീം അലവൻസ് ഇട്ടിട്ട് നമുക്ക് ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേണും അതേപോലെ ചുരിദാറിൻ്റെ പാറ്റേണും യൂസ് ചെയ്ത് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ചിങ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ 3 പാർട്ടായിട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ സ്ലീവിൻ്റെ പാറ്റേൺ തന്നെ ചെയ്തെടുത്തപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൂടുതലായി വീഡിയോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.